കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നുവെങ്കിൽ എന്റെ വീട്ടിൽ വന്ന് പാർപ്പിൽ എന്ന് അപേക്ഷിച്ചു. നോക്കിയേ, ഈ സ്ത്രീയോട് സുവിശേഷം പറഞ്ഞു. പിന്നെ നമ്മൾ കാണുന്നത് എന്താണ്? കർത്താവുള്ള ഹൃദയം തുറന്നു എന്ന് പറഞ്ഞാൽ അവൾ വിശ്വസിച്ചു. പിന്നെ എന്താ അടുത്ത് സംഭവിക്കുന്നത്? അവളും കുടുംബവും സ്നാനമേറ്റു. വിശ്വസിച്ച് എന്താ ചെയ്യുന്നത്? അവളും കുടുംബവും പിന്നെ അങ്ങ് സ്നാനപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു വാക്കിലൂടെ വായിച്ച് ഞാൻ നിർത്താം. 16:32 അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 16:32-33. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് അവർ പറഞ്ഞു. പിന്നെ അവർ കർത്താവിന്റെ വചനം അവനോടും അവന്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു. അവൻ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി താനും തനിക്കുള്ളവരെല്ലാവരും താമസിയാതെ സ്നാനം. ഇവിടെ ഇവരെന്താ ചെയ്യുന്നത്? ഇത് തന്നെയാണ് ചെയ്യുന്നത്. അവർ കർത്താവിൽ വിശ്വസിച്ചു, അവരെ സ്നാനമേറ്റു. പിന്നെ നമ്മൾ വായിക്കുന്നത് എന്താണ്? അവർ ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു. പ്രിയ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ, ദൈവത്തിന്റെ വചനത്തിൽ ഇത് വളരെ വ്യക്തമാണ്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുക. ഇത് വേണോ വേണ്ടോ എന്ന് നിശ്ചയിക്കേണ്ട ഒരു കാര്യമല്ല, ഇത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമുക്കത് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. വിശ്വസിച്ച് ആ രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യണം? അവരെ സ്നാനമേൽക്കുക എന്നുള്ളത് നിർബന്ധമായി ഒരു കൽപ്പനയായിട്ട് തന്നെ ദൈവത്തിന്റെ വചനത്തിൽ നമ്മോട് സംസാരിച്ചിരിക്കുകയാണ്.